ഗുഡ് മോർണിംഗ്. അങ്ങനെ വിൻ്റർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് മോനിന്ന് സ്കൂളിൽ പോകുന്ന ദിവസമാണ്. ചേട്ടനൊരു 15 ദിവസം ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനും ഇന്നാണ് ഓഫീസിൽ പോയി തുടങ്ങിയത്. അപ്പോൾ ഞാൻ എൻ്റെ ഡെയിലി റൊട്ടീനിലോട്ട് കടന്നിരിക്കുകയാണ്. ഞാൻ 4 മണിക്ക് എണീറ്റു. മോന് പാസ്തയും ചേട്ടൻ്റെ ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. 4 മണിക്കുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. മോന് ഞാൻ പാസ്തയാണ് ഉണ്ടാക്കിയത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പാസ്ത ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ചേട്ടന് ഉച്ചയ്ക്ക് ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു. ചപ്പാത്തി അല്ല, വീറ്റ് പൊറോട്ടയാണ്. വീറ്റ് പൊറോട്ട മതിയെന്ന് പറഞ്ഞു. വീറ്റ് പൊറോട്ടയും പിന്നെ ഡാൽ കറിയാണ് വെച്ചത്. ഉച്ചക്കത്തേക്ക് ചേട്ടന് അതാണ്. മോർണിംഗിന് ചേട്ടന് ഞാൻ ബ്രക്കോളിയും എഗ്ഗും 2 എഗ്ഗും പുഴുങ്ങിയതാണ് വെച്ച് കൊടുത്തത്. ചേട്ടന് അത് മതിയെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാനിന്ന് അതാണ് ഉണ്ടാക്കിയത്. മോന് ബ്രേക്ക്ഫാസ്റ്റിന് പാസ്തയും ഉച്ചയ്ക്ക് ലഞ്ചല്ല. ഉച്ചയ്ക്ക് ഞാൻ ചോറ് വീട്ടിൽ വന്നിട്ട് കൊടുക്കും. 3:30 ആകുമ്പം വീട്ടിലെത്തും. അപ്പോൾ ഞാൻ ചോറ് കൊടുക്കും. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ചീസ് തേച്ചതും പിന്നെ കുറച്ച് സ്ട്രോബെറിയും വാട്ടർമെലണും മോന് ഉച്ചയ്ക്ക് കൊടുത്തു വിട്ടു. ഉച്ചയ്ക്ക് എന്ന് വെച്ചാൽ വന്ന ഉടനെ ഞാൻ ചോറ് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്കത്തേക്ക് ഇതുപോലെ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് മാത്രമേ കൊടുത്തു വിടാറുള്ളൂ. അങ്ങനെ ചേട്ടൻ 5:30 ആയപ്പോൾ പോയി. ചേട്ടൻ്റെ ഓഫീസ് ടൈം 9 o'clock ആണെങ്കിലും 5:30ക്ക് ഇറങ്ങും. എന്തെന്ന് വെച്ചാൽ ട്രാഫിക്കാണ്. ഞങ്ങൾ താമസിക്കുന്നത് ഷാർജയിലും ചേട്ടൻ വർക്ക് ചെയ്യുന്നത് ദുബായിലുമാണ്. അപ്പം നല്ല ട്രാഫിക് ആയതുകൊണ്ട് നേരത്തെ പോയാൽ ചേട്ടന് ഒരു 8 മണിയാകുമ്പോൾ അവിടെ എത്തും. അപ്പോൾ ഈവനിങ് നേരത്തെ ഇറങ്ങുകയും ചെയ്യാം. അപ്പോൾ ഈവനിങ് എത്തുന്നത് വീട്ടിലോട്ട് നേരത്തെ എത്തുകയും ചെയ്യും. അങ്ങനെ മോൻ കുറച്ച് ദിവസത്തിന് ശേഷം ഇന്ന് സ്കൂളിൽ പോവുകയാണ്. മോക്കൊരു ചെറിയ വിഷമമുണ്ട്, കളിക്കാൻ ആരുമില്ല എന്നൊക്കെ ആകുമ്പോൾ അവൾ പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ സ്വെറ്ററൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് കുറച്ച് അപ്പുറത്തോട്ട് പോയാൽ മതി, അവിടെ ബസ് വരും. ഞങ്ങളവിടെ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ബസ് വന്നായിരുന്നു. ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ രാവിലെയൊന്നും നേരം വെളുത്തിട്ടില്ല, കണ്ട് ഇരുട്ടി കിടക്കുകയാണ്. ഭയങ്കര തണുപ്പുമാണ് അവിടെ. ആ സമയത്ത് ആ കുഞ്ഞുങ്ങളെ പറഞ്ഞ് സ്കൂളിലോട്ട് വിടുന്നത്. മോനെ എണീക്കാൻ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ ഓക്കെയാണ്. സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ അവൻ എണീറ്റോളും. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു മമ്മൂട്ടി എന്ന് പറയുന്നൊരു ടീ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ആളുകളൊക്കെ വന്ന് ചായയൊക്കെ കുടിക്കാറുണ്ട് അവിടെ ഇരുന്ന് ഈ സമയത്തൊക്കെ. അപ്പോഴത്തേക്കും ഇതാ സ്കൂൾ ബസ് വന്നു. മോൻ്റെ ബാഗൊക്കെ അതെടുത്ത് വെച്ച് മോൻ പോയി. മോനും ചേട്ടനും എല്ലാവരും വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ നല്ല ബഹളമായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് സൈലൻ്റായ പോലെ ഉണ്ട്. കുഴപ്പമില്ല. ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം മോൾക്ക് ഫുഡ് കൊടുത്തിട്ട് ഞാനും മോളും കൂടെ കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.